കോഴിക്കോട് പുല്ലൂരാമ്പാറയിൽ KSRTC ബസ്സിന് അടിയിൽപ്പെടാതെ വയോധികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പുല്ലൂരാമ്പാറ പള്ളിപ്പടിയിൽ ഇന്നലെയാണ് ഈ അപകടം നടന്നത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വയോധികൻ ബസ്സിന് മുന്നിൽ പെടുകയായിരുന്നു. ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനാൽ വലിയ അപകടം ഒഴിവായി. വയോധികൻ രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ചെറുതായൊന്ന് മുട്ടിയിട്ടുണ്ട്, പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അല്ലേ? അതേ സ്മൃതി, അത്ഭുതകരമെന്ന് തന്നെ പറയേണ്ടി വരും. തലനാരിഴയ്ക്കുള്ള രക്ഷപ്പെടൽ ഇന്നലെ വൈകിട്ട് നടന്ന സംഭവമാണിത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആനക്കാംപോയിലിൽ നിന്ന് വന്ന KSRTC ബസ്സാണിത്. ഇത് പുല്ലൂരാമ്പാറ പള്ളിപ്പടിയിൽ വെച്ചാണ് ഈ അപകടമുണ്ടാകുന്നത്. അതായത് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, റോഡ് മുറിച്ചു കിടക്കാൻ ശ്രമിക്കുകയാണ് ഈ വയോധികൻ. നേരെ ചെന്ന് പെടുന്നത് ഈ KSRTC ബസ്സിന് മുന്നിലേക്കാണ്. സ്വാഭാവികമായും അത്ര അടുത്താണ് വയോധികൻ ഉള്ളത്. KSRTC ഡ്രൈവർക്ക് കാണാനായി കഴിയില്ല. ബസ് മുന്നോട്ടെടുക്കുന്നു. അതിനിടയിലാണ് ഇയാളെ പോയി ഈ ബസ് ഇടിക്കുകയും പെട്ടെന്ന് സമയോചിതമായ ഒരു ഇടപെടൽ ഈ KSRTC ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. അതിനാൽ മാത്രമാണ് വലിയ അപകടം ഒഴിവാവുകയും ചെയ്തത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തലനാരിഴയ്ക്ക് എന്ന് തന്നെ പറയേണ്ടി വരും സ്മൃതി. അത്തരത്തിലുള്ള ഒരു അപകടത്തിന്റെ ദൃശ്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വയോധികൻ ശ്രദ്ധിക്കാതെ ക്രോസ് ചെയ്തു എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. ബസ്സിനെ ശ്രദ്ധിക്കുന്നേയില്ല, അദ്ദേഹം അങ്ങ് റോഡ് മുറിച്ചു കടക്കാനുള്ള ശ്രമത്തിലാണ്. അതെ സ്മൃതി, അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ബസ്സിനെ ശ്രദ്ധിക്കുന്നില്ല. ബസ് അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അതിനാൽ തന്നെ ഒരുപക്ഷെ ആ ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കില്ല എന്ന് കരുതിയാകാം ആ വയോധികൻ പെട്ടെന്ന് മുറിച്ചു കടക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷേ നമുക്ക് അയാളുള്ള പൊസിഷൻ അറിയാം. അത് തീർച്ചയായും ഡ്രൈവർക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. അതിനാൽ തന്നെയാകാം ഡ്രൈവർ മുന്നോട്ടെടുത്തത്. പക്ഷേ പെട്ടെന്ന് ഇദ്ദേഹം മുന്നിൽ പെട്ടു എന്ന് മനസ്സിലാക്കുകയും ഈ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടുകയും ചെയ്തു. അതിനാലാണ് വയോധികൻ ഈ ബസ്സിന് അടിയിലേക്ക് വീഴാതെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ ബസ് ഇടിക്കുന്നുണ്ട്. അദ്ദേഹം കുറച്ച് മുന്നോട്ട് ആഞ്ഞു പോകുന്നു, അവിടെ നിൽക്കുന്നു. ബസ്സും അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് പുറകിൽ വന്ന ബസ് അദ്ദേഹത്തെ ഇടിച്ചില്ല. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് സ്മൃതി. ഇന്നലെ വൈകിട്ട് നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണ്.